അഡ്വക്കേറ്റ് അനിൽകുമാർ, ഈ പറഞ്ഞ നിയമപരമായ പ്രശ്നങ്ങളുണ്ട്, ധാർമ്മികമായ പ്രശ്നങ്ങളുണ്ട്. ഇത് കേരളത്തിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന വളരെ ലൈവായ ആക്റ്റീവായ ഒരു കേസിൻ്റെ പ്രതിഭാഗത്ത് പരാമർശിക്കപ്പെടുന്ന ഒരു പേരാണ്, അതിൻ്റെ അഭിഭാഷകനാണ്. ആ അഭിഭാഷകൻ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് ആ കേസിനെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോഴാണ് മറ്റ് വകുപ്പുകളിലൊക്കെ സ്പെഷ്യൽ പ്ലീഡർമാരെയോ അല്ലാത്ത പ്ലീഡർമാരെയോ ഒക്കെ നിയമിക്കുന്നതിന് മുൻപ് അത്യാവശ്യമായി ഇവിടെ ഒരു പ്ലീഡറെ നിയമിച്ചു എന്ന വിമർശനം ഉണ്ടാകുന്നത്. ആ പ്ലീഡർ മറ്റുള്ളവരെ നിയമിക്കുന്നതിന് മുമ്പ് തന്നെ നിയമിച്ച് 24 മണിക്കൂറാകുന്നതിന് മുമ്പ് പുറത്തേക്ക് പോകുന്ന കാഴ്ചയും നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. അത് ചെയ്തില്ലേ, വിമർശനം കേട്ട ഉടനെ അത് പുറത്താക്കപ്പെട്ടില്ലേ എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിൽ ഇതിനൊരു തീർപ്പാക്കണ്ടേ എന്നാണ് രോഹിതിൻ്റെ ചോദ്യം. അല്ല, നരേന്ദ്രമോദിയെ ആദരിക്കുകയും വാഴ്ത്തുകയും രാഹുൽ ഗാന്ധിയെ പപ്പുമോൻ എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തൊരു വ്യക്തിയെ തന്നെ മന്ത്രിസഭാ യോഗം തീരുമാനമെടുത്ത് വെക്കുകയാണ്, അതും ദേവസ്വം മന്ത്രി അറിയാതെ. ഞാൻ കൃത്യമായിട്ട് പറയുന്നു, വി ഡി സതീശൻ നേരിട്ട് ചൂസ് ചെയ്തയാളാണ് ഇദ്ദേഹം. ഇദ്ദേഹം കോടതി കേസ് വാദിച്ചു എന്ന് മാത്രമല്ല എൻ്റെ പോയിൻ്റ്. അത് പ്രതി പറഞ്ഞപ്പോൾ കേസ് വാദിച്ചതിൻ്റെ നിയമപ്രശ്നം പറഞ്ഞു. ഞാൻ പൊളിറ്റിക്കൽ പ്രശ്നമാണ് പറയുന്നത്. ഈ കേസിനെ എങ്ങനെയാണ് ഈ വക്കീൽ ദുർബലപ്പെടുത്താൻ നോക്കിയത്? ഇദ്ദേഹം കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട BJP പ്രസിഡൻറ്റിൻ്റെ ചാനലിൽ ബ്രേക്കിംഗ് ന്യൂസ് കൊടുത്തു. BJP സംസ്ഥാന പ്രസിഡൻറ്റിൻ്റെ ചാനലിൽ പോയി ബ്രേക്കിംഗ് ന്യൂസ് കൊടുത്തു. എന്താണ് ബ്രേക്കിംഗ് ന്യൂസ്? പങ്കജ് ഭണ്ഡാരിയുടെ ഈ പറയുന്ന സ്മാർട്ട് ക്രിയേഷൻസിൽ ദ്വാരപാലക ശില്പങ്ങൾ കൊണ്ടുചെന്ന് സ്വർണം വേർതിരിച്ചിട്ടില്ല, പുതിയ ചെമ്പിലുണ്ടാക്കിയ ശില്പമാണ് കൊണ്ടുപോയത്. ഇതാണ് ഇദ്ദേഹം കൊടുത്ത ബ്രേക്കിംഗ്. ആ ബ്രേക്കിങ്ങിൻ്റെ പ്രസക്തി എന്താണ്? ഇന്നത്തെ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ പ്രഖ്യാപിച്ചെന്താണ്? അദ്ദേഹം പറഞ്ഞു, ഈ ദ്വാരപാലക ശില്പങ്ങൾ കടകംപള്ളി സുരേന്ദ്രൻ ഏതോ ഒരു കോടീശ്വരന് വിറ്റു, അയാളുടെ പേര് സുരേന്ദ്രൻ കടകംപള്ളിക്ക് അറിയാം. ഈ കോടീശ്വരന് കൊടുത്തു എന്നുള്ള കഥ കെട്ടുകഥയാണ്. കാരണം എന്താണ്? ദ്വാരപാലക ശില്പങ്ങൾ എടുത്തുകൊണ്ട് പോയിട്ട് ഈ സ്മാർട്ട് ക്രിയേഷൻസിൽ ഊറ്റിയല്ലോ. ഊറ്റിയ കഥ മറച്ചു വെച്ച് അങ്ങനെ ഊറ്റിയിട്ടേ ഇല്ല, അവിടെ സ്വർണം ഇങ്ങനെ ഉപയോഗിച്ചിട്ടേ ഇല്ല, ഞങ്ങൾ വേറെ സ്വർണം പൂശി വിട്ടു, ചെമ്പിൽ തന്നെയാണ് പൂശിയത് എന്ന കഥ കെട്ടുകഥയാണ്, നുണയാണ്. അപ്പോൾ സതീശൻ ഉന്നയിച്ച നുണ, ആ നുണയ്ക്ക് സാക്ഷി പറഞ്ഞ സതീശൻ്റെ കള്ളസാക്ഷിയാണ് ഈ വക്കീൽ. കോടതിയിലല്ല കള്ളസാക്ഷി പറഞ്ഞത്, രാജീവ് ചന്ദ്രശേഖരൻ്റെ ചാനലിലാണ്. അപ്പോൾ വി ഡി സതീശന് വേണ്ടി ഒരു വക്കീൽ, അത് രാഹുൽ ഗാന്ധിയെ പപ്പുകൊണ്ട് വിളിക്കുന്ന വക്കീൽ, BJPയുടെ അഖിലേന്ത്യാ സംസ്ഥാന പ്രസിഡന്റ് ചാനലിൽ പോയിട്ട് ബ്രേക്ക് ചെയ്യുന്നു. എന്നിട്ട് എന്താ ബ്രേക്ക് ചെയ്തത്? ശബരിമല അയ്യപ്പൻ്റെ കേസ് അട്ടിമറിക്കുന്ന ബ്രേക്കിംഗ് നടത്തുന്നു. അപ്പോൾ ഈ തസ്കര സംഘത്തിൻ്റെ കൂടിയായിരുന്നു പ്രതിപക്ഷ നേതാവ് സതീശൻ. ആ തസ്കര സംഘത്തിന് വേണ്ടി കൂട്ടുനിന്ന രണ്ടാളുകൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ഇപ്പോൾ ഒരു തീരുമാനമെടുത്തു. ആ തീരുമാനമെടുത്തതിൻ്റെ ഭാഗമായിട്ട് ഇയാൾ ദേവസ്വം ബോർഡ് വക്കീലായി. തൊണ്ട് സഹിതം പിടിക്കപ്പെട്ടപ്പോൾ കൈകാലിട്ടടിച്ചു. അതുകൊണ്ടങ്ങനെ സ്മാർട്ടായി തീരും. അടിസ്ഥാന പ്രശ്നം ഇതാണ്. കടകംപള്ളി സുരേന്ദ്രൻ, അദ്ദേഹത്തിന് അറിയാം ദ്വാരപാലക ശില്പങ്ങൾ കോടീശ്വരന് വിറ്റയാളുടെ പേര് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്തടിസ്ഥാനത്തിലാണ് പറഞ്ഞത്? അതിനെ ശരിവെച്ച വക്കീലിനെ എന്തിനാണ് ഈ കേസിനകത്ത് വക്കീലാക്കി മാറ്റിയത്? ദേവസ്വം ബോർഡിൻ്റെ വക്കീലായിട്ട് മന്ത്രിമാരെ അറിയിക്കുക ചെയ്തത്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക, 10 കൊല്ലം എന്തായിരുന്നു കഥ? പിണറായി ഏകാധിപതിയാണ്, പാർട്ടിയിലാരും ഒന്നും അറിയുന്നില്ല, ഗവൺമെൻറ്റിലാരും ഒന്നും അറിയുന്നില്ല, തിരുവായ്ക്കെതിരുവായില്ല, എല്ലാ കാര്യവും പിണറായി വിജയൻ മാത്രമാണ് തീരുമാനിക്കുന്നത്. ഇപ്പോൾ എന്താ സംഭവിച്ചത്? ഇത് സതീശൻ തന്നെയാണ് തീരുമാനിച്ചത്. ഇത് മാത്രമല്ല, ബാക്കി നിയമനങ്ങളും അതവിടെ കിടന്നോട്ടെ, അതിൻ്റെ കഥ വേറെയുണ്ട്, അത് വന്നോട്ടെ. പ്രശ്നം എന്താണ്? അളിയൻ നിയമനാണ്. RSS ആണ് അളിയൻ തീരുമാനിക്കും. സണ്ണി ജോസഫൊക്കെ ചീള് കേസ്, ആ അളിയനൊക്കെ ചീള് കേസ്. യഥാർത്ഥത്തിൽ കേരള രാഷ്ട്രീയത്തിൽ UDF സർക്കാർ സ്വന്തം അളിയനായി RSSനെ സ്ഥാപിച്ചിരിക്കുന്നു. അവർ പറയുന്നതനുസരിച്ചിട്ടാണ് കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് അധിക നാൾ മതനിരപേക്ഷ കേരളത്തിന് അംഗീകരിക്കാനാവില്ല. കേരളം ഇത് മനസ്സിലാക്കി കഴിഞ്ഞു.